السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സമാധാനീയരായ ജാമിഅ മന്നാനിയ സർവകലാശാലയുടെ അഭിമന്യരായ കടക്കൽ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളായ ജാമിഅ മന്നാനിയുടെ അഭിമന്യരായ ഉസ്താദുമാരടക്കം ഈ മുബാറക്കായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട് മദ്ഹ് റസൂൽ പ്രഭാഷണം എന്ന ശീർഷകത്തിലാണ് നമ്മുടെ 40ാമത് വാർഷികവും 18ാമത് സനദ്ദാന മഹാസമ്മേളനവും ബഹുമാനപ്പെട്ട ബുഖാരി മജ്‌ലിസിന്റെ സമാപനവും നടത്തപ്പെടുന്ന ഈ അനുഗ്രഹീതമായ മജ്‌ലിസിലെ ബുഖാരി മജ്‌ലിസിന് തൊട്ടു മുമ്പുള്ള ഈ പരിപാടിയും മഹാനായ പ്രവാചക പ്രഭുവിനെ സംബന്ധിച്ച് ഏതാനും ചില വരികൾ നമ്മുടെ ജീവിതം സംശുദ്ധമാകുന്നതിനും നമ്മുടെ ജീവിതം പച്ചപിടിക്കുന്നതിനും ഇരുലോക വിജയത്തിന് നിദാനമാകുന്നതിനും വേണ്ടി വളരെ ഹ്രസ്വമായ നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യൽ ഈ അനുഗ്രഹീതമായ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ വിശുദ്ധമായ ഖുർആനിന്റെ 6660 ചിലവാനം ആയത്തുകളിൽ വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ നാം ഒരു ഗവേഷണം നടത്തിയാൽ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ എവിടെയൊക്കെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്ന സൂക്തങ്ങളാണ് അധികമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിശാലമായി പ്രവാചകനെ പറ്റി പറയേണ്ട കാര്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ പ്രാരംഭ അധ്യായമാകുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലമീനുകളുടെ റബ്ബാണ്. നമുക്കറിയാം ആലം എന്ന് പറഞ്ഞാൽ അൽ ആലമു മാ സിവൽ ബാരി, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും പറയപ്പെടുന്ന പേര് ആലം എന്നാണ്. ആ സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനും എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥനും യജമാനനും അല്ലാഹുവാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റൊരു അധ്യായത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ പറ്റി പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണ്. ഹുബ്ബുർ റസൂൽ പ്രഭാഷണം എന്ന ശീർഷകത്തിൽ ഈ ആയത്തോളം നമുക്ക് വേറെ ആയത്തുകളൊന്നും ആവശ്യമില്ല വിശദീകരിക്കാൻ. അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. അവിടെ ആലമീനുകൾക്ക് വ്യത്യാസമില്ല. അല്ലാഹു റബ്ബാണ് എന്ന് ഏതെല്ലാം ലോകങ്ങളിൽ സമ്മതിക്കപ്പെടുന്നുണ്ടോ ആ ലോകം മുഴുവനും പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് സമ്മതിക്കപ്പെടണമെന്ന പടച്ചവന്റെ ആ ഒരു തീരുമാനമാണ് റബ്ബുൽ ആലമീൻ എന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഏതാനും മിനിറ്റുകൾ മാത്രം വളരെ സുപ്രധാനമായ 1-2 വിഷയങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കാഴ്ചവെച്ചത് മാനവികതയാണ്.
ലോകത്തെ ഏറ്റവും വലിയ മാനവീയ സന്ദേശം ഉയർത്തി കാണിച്ചത്, ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏതാനും ചില സൂചനകൾ മാത്രം എന്റെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തോട് എനിക്ക് പങ്കുവെക്കാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബ് എന്നവർ 40ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബുവത്തും റിസാലത്തും ലഭ്യമായതിനു ശേഷം 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സംരക്ഷിച്ചത് അബൂ ത്വാലിബ് എന്നവരായിരുന്നു എന്നതിൽ ലോകത്ത് തർക്കമൊന്നുമില്ല. അബൂ ത്വാലിബ് എന്നവരുടെ ആ ഒരു സംരക്ഷണ റസൂലുള്ളാഹി തങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പരാതി പറയുന്നതിന് വേണ്ടിയിട്ട് അബൂ ത്വാലിബ് എന്നവരുടെ മരണക്കിടക്കയിൽ, അബൂ ത്വാലിബ് എന്നവർ മരണാസന്നനാകുന്ന സമയത്ത് നിബിതങ്ങൾ ഈ ഒരിക്കൽ പോലും ഈ പറയപ്പെടുന്ന മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ത്യാഗോജ്വലമായ തൗഹീദിന്റെ പ്രോജ്വലമായ പ്രഭ ഒരിക്കലും ഈ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളായിരുന്ന അബൂ സുഫിയാനും അബൂ ജഹലും നദർ ബിൻ ഹാരിസും ഉമയ്യത്തും ഉബയ്യും ഉഖബത്തും അസ്വദും അടങ്ങുന്ന ഒരു വലിയ പ്രമാണി സമൂഹം മഹാനായ പ്രവാചകനെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയാൻ വേണ്ടി അബൂ ത്വാലിബിനെ സമീപിക്കുകയാണ്. അബൂ ത്വാലിബ് എന്നവരോട് അനുവാദം ചോദിച്ചിട്ട് നാട്ടിലെ പ്രമാണിമാരാണ്, ആ പ്രമാണിമാർക്ക് അനുവാദം കൊടുക്കണമെന്ന് ത്വാലിബ് എന്ന് പേരുള്ള മറ്റൊരാളെ സമീപിച്ചുകൊണ്ട് അബൂ ത്വാലിബ് എന്നവരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് അബൂ ത്വാലിബ് എന്നവരെ കാണുകയാണ്. അങ്ങനെ അബൂ ത്വാലിബ് എന്നവരെ മരണാസന്നനായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിമാർ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചു. അങ്ങയുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ അങ്ങയുടെ സംരക്ഷണയിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങയുടെ സഹോദരന്റെ പുത്രനെ നിലയ്ക്ക് നിർത്താൻ അങ്ങ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങയുടെ മരണശേഷം ഞങ്ങൾ മുഹമ്മദിനോട് യുദ്ധം ചെയ്തു എന്ന് നാളെ ഒരു സമൂഹം തിരിച്ചറിഞ്ഞാൽ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബിനെ സമീപിച്ചു. ആ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബ് ക്ഷണിക്കുകയാണ്. അബൂ ത്വാലിബ് വിളിച്ചു. നബി തങ്ങൾ മുന്നിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ മുന്നിലേക്ക് വരുമ്പോ അബൂ ത്വാലിബ് എന്നവർ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പൊന്നുമോനെ, ഈ ഇരിക്കുന്ന പ്രമാണിമാരെ നിനക്കറിയോ? ഇത് നിന്റെ മാമന്മാരാണ്, ഇത് നിന്റെ കൊച്ചാപ്പന്മാരാണ്, ഇത് ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖരാണ്, പൗരപ്രമുഖരാണ്, പ്രമാണിമാരാണ്, പ്രമുഖന്മാരാണ്. അതുകൊണ്ട് ഇവർക്ക് പറയാനുള്ള കാര്യം മോൻ വ്യക്തമായി കേൾക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാതാ തുരീദു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് അബൂ ജഹൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. മുഹമ്മദേ, ഞങ്ങളുടെ പൂർവീക പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന ദേവീ ദേവന്മാരെ ഇനി ഒരിക്കൽ പോലും നീ തള്ളി പറയരുത്. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്ന കരാറിൽ ഒപ്പുവയ്ക്കാം. ഞാൻ നിങ്ങളുടെ ദേവീ ദേവന്മാരെ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന, ശിലകളുടെ മുമ്പിൽ ചെന്ന് കൈകൂപ്പിയിട്ട് കഥകൾ വിവരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നിങ്ങൾ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സമ്മതിക്കാൻ തയ്യാറാണ്. എന്നിട്ട് നബി തങ്ങൾ അവരോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ എനിക്ക് പകരം ഒരു കെലിമത്ത് പറയണം. ഒരു കെലിമത്ത് നിങ്ങൾ പറയണം. ആ കെലിമത്തിന്റെ പ്രത്യേകത നിങ്ങളത് പറയുന്ന നേരത്ത് ഈ അറേബ്യൻ ജനത മുഴുവനും നിങ്ങളെ അധികാരികളായി രാജാക്കന്മാരായി വാഴിക്കും. ഈ അറേബ്യൻ ജനത മുഴുവനും നിങ്ങളെ രാജാക്കന്മാരാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയും. മാത്രമല്ല, ഇവിടത്തെ അനർബികൾ മുഴുവനും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. തീരുന്നില്ല, മുഴുവനും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. സർവ്വതും നിങ്ങൾക്ക് ഉണ്ടാവും. ആ കെലിമത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്നാ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കാം. ആ സമയത്ത് അബൂ ജഹൽ ചോദിച്ചു, ഏതാണ് ആ കെലിമത്ത്? കാരുണ്യത്തിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പക പൂ ചുണ്ടുകൊണ്ട് അബൂ ജഹലും അബൂ സുഫിയാനും നദർ ബിൻ
ഹാരിസും ഉമയ്യത്തും ഉബയ്യും ഉഖബത്തും മസ്ഊദും അടങ്ങുന്ന അവിടുത്തെ ഏറ്റവും വലിയ ദുഷ്പ്രഭുക്കന്മാരുടെ മുമ്പിൽ അബൂ ത്വാലിബ് എന്ന് പറയുന്ന തന്റെ പിതൃവിന് സംരക്ഷണയിൽ കഴിയുന്ന തന്റെ എല്ലാമായ പിതൃവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാ നിങ്ങൾക്ക് പറയാൻ കഴിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ പടച്ച തമ്പുരാനാണ് ആരാധനയ്ക്കർഹൻ. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു സൃഷ്ടാവില്ല, മറ്റൊരു ശക്തിയില്ല. അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അബൂജഹല് അടക്കമുള്ള അബൂ സുഫിയാൻ അടക്കമുള്ളവർ മഹാനായ നബികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതല്ലാതെ വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇത് ഞങ്ങൾ പറയില്ല. ഇത് പറയുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല. അബൂ ത്വാലിബ് എന്നവർ കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, പൊന്നുമോനെ, നിനക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ആ സമയത്ത് അബൂ ത്വാലിബിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ വാചാതുരിയോടുകൂടി എന്റെയും നിങ്ങളുടെയും നേതാവ് അജയ്യനായ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞത്, വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഇതല്ലാതെ എനിക്ക് ഈ സമുദായത്തോട് സമൂഹത്തോട് പറയാനില്ല. അങ്ങനെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവസാനം ഇറങ്ങിപ്പോകുന്ന നേരത്ത് അബൂജഹൽ ഒരു വാക്ക് പറഞ്ഞു, മുഹമ്മദേ, നീ നിന്റെ പണി തുടർന്നോ, ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ എത്രത്തോളം ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന ദേവന്മാരെ തെറി പറഞ്ഞാൽ, നീ ആക്ഷേപിച്ചാൽ അധിക്ഷേപിച്ചാൽ നിന്റെ ദൈവത്തെ, നീ പരിചയപ്പെടുത്തുന്ന ദൈവത്തെ ഞങ്ങളും വരച്ചു കാട്ടും, ഞങ്ങളും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കിയിട്ട് അള്ളാഹു ശക്തമായ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഒരിക്കലും മറ്റൊരാളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയേണ്ടതില്ല. അവിടെയാണ് ആ സൂക്തം അവതരിക്കപ്പെടുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞത് മറ്റൊരു കാര്യത്തിന്. അബൂ ത്വാലിബിന്റെ സംരക്ഷണയിൽ കഴിയുന്ന നബിതങ്ങളുടെ പ്രായം എത്രയാണ്? 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. 50-ാമത്തെ വയസ്സ് വരെ നീണ്ട ഒരു ദശാബ്ദക്കാലം, ഒരു 10 വർഷക്കാലം, ഒരു പതിറ്റാണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബ് എന്നവരായിരുന്നു. അബൂ ത്വാലിബ് മരണപ്പെട്ടു. നമുക്കറിയാം, ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെടുന്ന ആ കൊല്ലം അബൂ ത്വാലിബ് മരണപ്പെട്ടു. ശത്രുക്കൾക്ക് മനസ്സിലായി, ഇനി മുഹമ്മദിനെ നേരിടാൻ എളുപ്പമാണ്, ആരുമില്ല ചോദിക്കാനും പറയാനും. ഇന്നലെ വരെ ഒരു തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ഒരു കുഞ്ഞു കോഴി ഒളിക്കുന്നത് പോലെ എല്ലാ സുരക്ഷിതത്വ മേഖലകളിലും അബൂ ത്വാലിബിന്റെ ചിറകിന്റെ താഴെ വളരെ സുന്ദരമായ നിലയിൽ ഈ അബൂ ത്വാലിബിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അബൂ ത്വാലിബ് എന്നവരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്രമിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. നബിതങ്ങളോട് വളരെ നേരെയായിരുന്ന അബൂ ത്വാലിബ് എന്നവർ മരണപ്പെട്ടപ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി, ഇനി രക്ഷപ്പെടണമെങ്കിൽ ത്വായിഫിലേക്ക് പോകണം. എനിക്ക് മുലപ്പാൽ നൽകിയ, എനിക്ക് സ്തനപാനം നൽകിയ കനീമത്തു സഅദിയ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് ത്വായിഫിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, അങ്ങാടിയിലെ തെമ്മാടി കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞും കൂടി പിടിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ ആളുകളും ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ ഞങ്ങൾ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ നിങ്ങളെ വന്നു കണ്ടതും നിങ്ങളോട് തൗഹീദിനെ പറ്റി പറഞ്ഞതും നിങ്ങളോട് അഭയം ചോദിച്ചതും എന്റെ ജന്മനാടായ മക്കൾക്കാർ അറിയരുത് എന്ന് പറയുമ്പോൾ അവരെ അറിയിച്ചു എന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും റസൂലുള്ളാഹിന്റെ മുന്നിൽ വാതിലുകൾ പൊട്ടിയടയ്ക്കപ്പെട്ട് അവസാനം നബിതങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു തീരുമാനമെടുത്തു. മുസ്ലിമല്ലാത്ത ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു സംരക്ഷണം ഉറപ്പാക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം അപകടമാണെന്ന് മനസ്സിലായി. ജീവൻ ഭീഷണി ഉണ്ട് എന്നത് ഒരിക്കലും ജീവിക്കാനുള്ള മോഹം ഉണ്ടായിരുന്നില്ല. ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്. ഒരാൾ വിളക്ക് കത്തിച്ചു, ആ വിളക്കിലേക്ക് ചെറിയ പ്രാണികൾ പറന്നെടുക്കുന്നത് പോലെ അല്ലാഹു നരകമുണ്ടാക്കി നരകത്തിലേക്ക് പാഞ്ഞെടുത്തു പോകുന്ന സമുദായത്തിന്റെ കൂട്ടിൽ പിടിച്ച് രക്ഷപ്പെടുത്തി കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാട്ടം കൊണ്ട് മുഖരിതമായ സുവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവാചകന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഏതെങ്കിലും ഒരാൾ അഭയം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മഹാനായ നബിതങ്ങൾ 3 പേരെ സമീപിച്ചു. ഈ ചരിത്രത്തിന്റെ ഭാഗത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നബി
പ്രവാചകൻ സിദ്ദീഖുൽ അക്ബർ തങ്ങള് സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ആരായിരുന്നു സഹായിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ സഹോദരനായിരുന്നു. ചിന്തിക്കണം, മറന്നു പോകരുത്. നബുവത്തിന്റെ 10 വർഷക്കാലം അബൂ താലിബ് എന്ന മുസ്ലിം അല്ലാത്തയാളിന്റെ സംരക്ഷണ മാത്രമല്ല, അതിനുശേഷം 3 വർഷക്കാലം മദീനയിലേക്ക് പോകുന്നത് വരെയുള്ള 3 വർഷക്കാലം അതേ പ്രവാചകന് സംരക്ഷണം കൊടുത്തത് അബ്ദുല്ലാഹ് എന്ന് പറയുന്ന ആളായിരുന്നു. അധികം എന്ന് പറയുന്ന അധികം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം സൗറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതും ആ റൂട്ട് നിശ്ചയിച്ചു കൊടുത്തതും അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ആളായിരുന്നു. അതേ വർഷം 622